തൻ്റെ അഭിനയ സവിശേഷതകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു സ്വഭാവം അദ്ദേഹത്തിന് കൃത്യനിഷ്ഠയോട് വളരെയേറെ താല്പര്യമായിരുന്നു. അദ്ദേഹം എവിടെയെങ്കിലും ചെല്ലാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് വളരെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കും. ഇത് പറഞ്ഞപ്പോൾ തൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെയേറെ രസകരങ്ങളായ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ശ്രീമാൻ അടൂർ ഭാസി എന്നോട് പറഞ്ഞ ഒരു സംഭവം, അദ്ദേഹം ഏറ്റവും വലിയൊരു സരസ സാമ്രാട്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ സിനിമകളിലും സിനിമാ ജീവിതത്തിലും ഒരുപാട് സരസത കാണിച്ചിരുന്ന ആളാണ്. കാരണം അദ്ദേഹം 2 സ്ഥലത്ത് ഒരേ സമയത്ത് ഒരേ ദിവസം കോൾ ഷീറ്റ് കൊടുക്കുകയും മൂന്നാമതൊരു സ്ഥലത്ത് പോയി അഭിനയിക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം കഷ്ടകാലത്തിന് പപ്പൈ ഉണ്ടായിരുന്ന ഒരു സിനിമയിൽ ഇതേപോലെ വന്നുപെട്ടു. അന്ന് പപ്പയും നസീർ സാറും മറ്റ് പ്രശസ്തരായ പല നടീനടന്മാർ റെഡിയായിരിക്കുകയാണ്, മേക്കപ്പ് ഇട്ട് റെഡിയായിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് വെയിറ്റ് ചെയ്തത്. കാരണം ക്ലൈമാക്സ് ആണ്, ഇദ്ദേഹം വരാതെ ഷൂട്ടിംഗ് നടക്കില്ല എന്നായിരുന്നു. ശ്രീ ബാസി മറ്റൊരു ഷൂട്ടിംഗ് സ്ഥലത്തായിരുന്നു, ആയിപ്പോയി. വളരെ പെട്ടെന്ന് കോപം വന്നു ഇദ്ദേഹത്തിന്, പപ്പയ്ക്ക്. പപ്പ ഫോൺ വിളിച്ചു, ശ്രീ ബാസിയോട് ചോദിച്ചു, എടോ തൻ്റെ അച്ഛൻ ഇപ്പോഴും ഇ വി കൃഷ്ണപിള്ള തന്നെയാണോ എന്ന് ചോദിച്ചു. പേടിച്ച് വരണ്ട പുള്ളി ഉടനെ 10 മിനിറ്റിനകം ഇവിടെ എത്തണമെന്ന് പറഞ്ഞ പ്രകാരം പുള്ളി ഓടി വന്നു. 10 മിനിറ്റിനകം പുള്ളി തിരിച്ച് ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തുകയും അവരെ അന്ന് ക്ലൈമാക്സ് സീന് എല്ലാം ഷൂട്ട് ചെയ്ത് തീർക്കുകയും ചെയ്തു. ശ്രീ ഭാസി എന്നോട് പറഞ്ഞത്, അന്നത്തിന് ശേഷം പിന്നെ ഇദ്ദേഹം പപ്പയുടെ കാലം കഴിയുന്നത് വരെ കൃത്യമായിട്ട് പപ്പയുടെ സിനിമകളിൽ കൃത്യം 9 മണിക്ക് കോൾ ഷീറ്റിന് 9-ന് 10 മിനിറ്റ് നേരത്തെ തന്നെ അദ്ദേഹം എത്തുമായിരുന്നു എന്നായിരുന്നു. വേറൊരു അവസരത്തിൽ പപ്പയ്ക്ക് ഹൈദരാബാദിൽ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. അന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് രാത്രി ലാസ്റ്റ് ഫ്ലൈറ്റിന് മദ്രാസിലേക്ക് എത്തണം. അടുത്ത ദിവസം മദ്രാസിൽ വാഹിനി സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്തിരുന്നു. മറ്റ് പ്രശസ്തരായ നടീനടന്മാരും എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. പ്രൊഡക്ഷൻ മാനേജർ വന്ന് പറഞ്ഞു, ക്ഷമിക്കണം സാർ, ഷൂട്ടിംഗ് നടക്കുമെന്ന് തോന്നുന്നില്ല. സത്യൻ സാറ് ഇന്നലത്തെ ഫ്ലൈറ്റിന് എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇന്നത്തെ ഫ്ലൈറ്റിന് എത്താൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഷൂട്ടിംഗ് നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആളെ ഞാൻ പറയുന്നില്ല, അദ്ദേഹം സരസമായിട്ട് പറഞ്ഞു, ആനയ്ക്ക് മടി തെറ്റും, അദ്ദേഹത്തിന് ഒരു ദിവസം എത്താൻ പറ്റിയില്ലല്ലോ, കൃത്യനിഷ്ഠ ഉള്ള ഒരാളിന് പോലും എന്നിങ്ങനെ പറഞ്ഞു തീരുന്നതിനിടയിൽ ഇവരെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ തന്നെ ദൂരെ നിന്നൊരു ടാക്സി കാർ വളരെ അതിവേഗം ഓടി വന്ന് ആ ഷൂട്ടിംഗ് ഫ്ലോറിൻ്റെ മുമ്പിൽ നിന്നു. തലക്കെട്ട് കെട്ടിയ ഒരാൾ വണ്ടിയിൽ നിന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്, ഞാൻ അല്പം താമസിച്ചു പോയി, ഞാൻ അരമണിക്കൂറിൽ റെഡി ആയിക്കോളാം, ഷൂട്ടിംഗ് എല്ലാം നമുക്ക് ഇപ്പം തന്നെ നടത്താം. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പ്ലെയിൻ പോയി എന്നറിഞ്ഞിട്ട് അദ്ദേഹം ഒരു ടാക്സി എടുത്ത് അവിടെ നിന്ന് ഓടിച്ച് ഹൈദരാബാദിൽ നിന്ന് മദ്രാസിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ടാക്സി ഓടിച്ചിരുന്ന ഡ്രൈവറെ ഓടിക്കുന്ന സ്പീഡ് പോരാഞ്ഞിട്ട് പുള്ളിയെ ബാക്കിൽ പിടിച്ചിരുത്തിയിട്ട് ഇദ്ദേഹം തന്നെ വണ്ടി ഓടിച്ച് കൃത്യസമയത്ത് അവിടെ എത്തി. ഞങ്ങളെയും പപ്പ കൃത്യനിഷ്ഠ പഠിപ്പിച്ചിരുന്നു. ഞങ്ങളോടും വളരെ അക്കാര്യത്തിൽ കർക്കശ നിലപാടായിരുന്നു. പുറത്തു പോവുകയാണെങ്കിൽ എപ്പോൾ വന്നാലും കുഴപ്പമില്ല, പക്ഷേ പറയുന്ന സമയത്ത് അവിടെ എത്തിയിരിക്കണം. എന്നോട് പറഞ്ഞിട്ടുണ്ട് പപ്പ, ഒരു പങ്ക്ച്വലായിട്ടുള്ള ഒരാളുടെ ക്യാരക്ടർ വളരെ വ്യത്യസ്തമായിരിക്കും എന്ന് പറഞ്ഞാൽ, പങ്ക്ച്വലാകാത്ത ആളുകൾക്ക് ക്യാരക്ടർ ഇല്ല എന്ന സൂചനയുണ്ട്.